ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം രാവിലെ മാവിൻ്റെ അകത്ത് ഉപ്പൊക്കെ ഇട്ടൊന്ന് കലക്കിയിട്ട് അതൊന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കട്ടെ. എന്നിട്ട് നമുക്ക് ചായ അടപ്പത്ത് ഞാൻ വെച്ചു. എന്നാൽ ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി അടുത്തത് ചമ്മന്തി, ഞാൻ ഇതിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് ചെയ്യട്ടെ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇനി ഒഴിക്കുന്നത് ഡയറക്റ്റുള്ള നമ്മുടെ ഈ പച്ചവെള്ളമല്ല ഒഴിക്കുന്നത്. തിളപ്പിച്ച ആറിയ വെള്ളമോ അല്ലെങ്കിൽ ചൂട് വെള്ളമോ അതാ ഒഴിക്കുന്നത്. കാരണം എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും അറിയാം. അഥവാ ആരെങ്കിലും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന രീതി പറഞ്ഞാൽ, അപ്പോൾ നമ്മളിതൊന്ന് തിളപ്പിക്കാറില്ലല്ലോ. ഒന്ന് ചൂട് ഇങ്ങനെ വരുമ്പോൾ, ഇങ്ങനെ പുക ഇങ്ങനെ ആവി പോലെ വരുമ്പം നമ്മൾ നിർത്തുമല്ലേ ചെയ്യുന്നത്, ഒത്തിരി തിളക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പച്ചവെള്ളം ഒഴിക്കാറില്ല, ഇളം ചൂടുവെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി ഒന്ന് ലൂസായിപ്പോയി ഒഴിച്ച്. പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ അങ്ങ് തണുക്കും. ഇതായിരിക്കും നമ്മൾ ഇത് അരച്ചുകൊണ്ട്, പുട്ടുകടല അരച്ചുകൊണ്ട് ഇച്ചിരി കൊഴുപ്പ് കിട്ടും. അപ്പോൾ ഞാൻ എന്നും ചേർക്കുന്ന പോലെ ഇന്നലെ ഇതിൻ്റെ അകത്ത് 2 ടേബിൾ സ്പൂൺ മില്ലറ്റ്, റാഗിയും മണിച്ചോളവും അതൊക്കെ ചേർത്ത് ബാജറയൊക്കെ പൊടിച്ച് വെച്ചത് അതിൽ നിന്ന് 2 സ്പൂൺ ഇതിൽ ചേർത്തിട്ടാണ് അരച്ചത്. ഞാൻ ഈ ദോശ ഉണ്ടാക്കുന്നതിന് മുമ്പിട്ടേ ഒരു 2 ടേബിൾ സ്പൂൺ 2 തവി മാവ് പ്രീസമോന് ഈ പന്നിയാരം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എടുത്ത് മാറ്റി വെച്ചായിരുന്നേ. ഈ ഉണ്ടാക്കി വരുമ്പോൾ അത് പിന്നെ മാവ് ലൂസ് ആവത്തില്ലേ. അതുകൊണ്ട് ആ സ്റ്റാർട്ടിങ്ങിൽ മാവ് നല്ല തിക്കായിട്ടിരിക്കുമല്ലേ. അതുകൊണ്ട് അതിൽ നിന്ന് ആദ്യമേ 2 സ്പൂൺ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് 2 തവി മാവെടുത്ത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അവന് ടിഫിനിൽ നിന്ന് അതാ കൊടുത്തു വിടുന്നത്. അപ്പോൾ ഇന്നലത്തെ മീൻകറി ബാക്കിയുണ്ടായിരുന്നു ഇത്രയും. ഞാൻ അതെടുത്ത് അങ്ങ് ഫ്രിഡ്ജിൽ വെക്കുക. കാരണം ഇന്ന് വേറെ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത്രയായിട്ട് ഞാൻ കപ്പ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത്രയായിട്ട് തികയത്തില്ലല്ലോ. അതുകൊണ്ട് വേറെ ഇച്ചിരി ചാറായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഇവന് കൊടുത്തു വിടാനായിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി ഉഴുന്നുപരിപ്പ് ഇട്ടിട്ടുണ്ട്, ഇത്തിരി കടുക് ഇട്ടിട്ടുണ്ട്, പിന്നെ ഇച്ചിരി സവാളയും കറിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കും. എന്നിട്ട് ആ മാവിൻ്റെ അകത്തോട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുണ്ടാക്കാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇത്തിരി തിക്കായിട്ടുള്ള ഇതാണ്. കാരണം നമ്മൾ ദോശ ചുട്ട് വരുന്നുണ്ടെങ്കിൽ ആ ചൂട് തവി ഇങ്ങനെ ഇടുമ്പം തോറും മാവ് ലൂസായിട്ട് വരും. അപ്പോൾ ഇതിൽ ഇച്ചിരി ക്യാരറ്റും സവാളയും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇതവന് ഇഷ്ടമാണ് ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ചേർത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില ചിലപ്പം ഞാനിങ്ങനെ പച്ചയ്ക്ക് അരിഞ്ഞ് ചേർക്കും. അന്നേരം ഉഴുന്നുവടയുടെ ഒരു ടേസ്റ്റ് പോലെ കിട്ടും. ഇച്ചിരി ഇഞ്ചിയൊക്കെ ഒന്ന് അരിയും. അപ്പം പന്നിയാരം എന്ന് പേരാണെങ്കിൽ ഉഴുന്നുവടയുടെയൊക്കെ ഒരു ടേസ്റ്റ് പോലെ കിട്ടും. അപ്പം ഞാനിവിടെ നമ്മുടെ പച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി ഓയിലാണ് തടവുന്നത്. നെയ്യ് വേണേൽ നെയ്യ് ചേർക്കാം. ഞാൻ ഓയിലാണ് ഇച്ചിരി തൊട്ടത്, വെളിച്ചെണ്ണ. ഇതിൻ്റെ മുകളിൽ ഞാനിങ്ങനെ ഇച്ചിരി ഉള്ളിയും ക്യാരറ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് കാണാനൊരു രസത്തിന് വേണ്ടി. എന്നിട്ട് അടച്ച് വെച്ച് വേണേൽ സൈഡിലൊക്കെ നെയ്യ് വേണേൽ നെയ്യ്, ഓയിൽ വേണേൽ ഓയിൽ ഇച്ചിരി ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇളകാത്തതുണ്ടെങ്കിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുമായിരുന്നു. അവൻ്റെ ടിഫിനൊക്കെ റെഡിയാക്കി അവനെ ഒരുക്കി അവിടെ നിർത്തി. ഇപ്പം പോകാൻ സമയമൊക്കെ ആയി. പിന്നെ ഞാൻ ബക്കറ്റിൻ്റെ അകത്തൊക്കെ ഇനി എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം ഒന്ന് ഒതുങ്ങിയിട്ട് ബക്കറ്റിൻ്റെ അകത്തൊക്കെ കവറിട്ട് അടുത്ത പരിപാടി ഇതാണ്. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് വെക്കണം, ബോട്ടിലുകളിൽ വെള്ളം നിറയ്ക്കണം, വെള്ളം കുടിക്കാൻ വെക്കണം, അങ്ങനെയൊക്കെ ഉള്ള ജോലികളാണ് അടുത്തത്. പിന്നെ ഈ പാതാമ്പ്രം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകണം. അപ്പോൾ ഈ കവർ ഇച്ചിരി ബക്കറ്റിനേക്കാൾ ഇച്ചിരി വലുതാണ്.
അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും വെയിറ്റ് ഈ ചിരട്ടയോ അങ്ങനെ ഉണ്ടാകും. ഞാനെന്നല്ല പിള്ളേരാന്നേരം ഈ പഴത്തൊലിയോ വല്ലതും കൊണ്ടിടുവാണെങ്കിൽ അതങ്ങ് ഈ പ്ലാസ്റ്റിക് അങ്ങ് താപ്പോട്ട് പോകും. എന്നാലും ഇവരെടുത്തിട്ട് കറക്റ്റ് ബക്കറ്റ് വീണ്ടും വെക്കത്തില്ല. പിന്നെയും കൊണ്ടിടുന്നുണ്ടെങ്കിൽ പിന്നെ ഇടുന്ന വേസ്റ്റ് ചിലപ്പം അവിടെ ഇവിടെയൊക്കെ പോകും. ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൻ്റെ അകത്ത് പോകത്തില്ല. അതുകൊണ്ട് ഞാനതൊന്ന് കെട്ടി വെച്ച് എന്തെങ്കിലും ഇട്ടാൽ പിന്നെ അത് അവിടെ തന്നെ കിടന്നോളും. ഇച്ചിരി ആ ബക്കറ്റിൻ്റെ അളവിൽ ഞാനതൊന്ന് കെട്ടി വെച്ച് സൈഡ്. ബായ്. ഉണങ്ങിയ പാത്രങ്ങൾ ഇരിക്കേണ്ട സ്ഥാനത്ത് അതാ സ്ഥാനത്ത് വെക്കുക. തുണികൾ കഴുകാൻ എടുത്തിട്ട് ബാക്കിയുള്ള തുണികൾ ഞാൻ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചു. എല്ലാം കൂടെ ഇന്നിടാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കാനായിട്ട് ഞാനൊരു 2 ടൊമാറ്റോയുടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കണ്ടാൽ നല്ല പഴുത്ത് ഊതളടിയാന്ന് ചിന്തിക്കും. പക്ഷേ പുറം നല്ല രസമുണ്ടാകും. ഇച്ചിരി കട്ടിയായത് മെഴുക്കുവരട്ടി അങ്ങ് സ്റ്റാർട്ടിങ് വെച്ച് സമയം എടുക്കുമല്ലോ അത് മുരിഞ്ഞ് വഴന്ന് വരാൻ. അതുകൊണ്ട് ഞാൻ ആരംഭത്തിൽ അതങ്ങ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. ചപ്പാത്തിക്കാർക്ക് അത് കൊടുക്കാമല്ലേ, അതവിടെ കിടന്നോളുമല്ലേ. ഒരു സവാളയും കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ടേ. റീസൻ്റെ ഇഷ്ടപ്പെട്ട സാധനമാണ് ഇത്. അപ്പോൾ ഞാൻ മെഴുക്കുവരട്ടി വെക്കുവാണെങ്കിൽ പിന്നെ ചിന്തിച്ച് ഇച്ചിരി അതങ്ങ് മാറ്റി വെച്ചിട്ട്, പോളിന് അത്ര താല്പര്യമില്ല, എന്നാലും കഴിക്കുന്നേ ഉള്ളൂ. അവന് നാളെ ടിഫിന് വേണമെങ്കിലും ഇത് കൊടുത്തു വിടാമെന്ന് വെച്ച്. അവൻ എപ്പോൾ ഈ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി കൊടുത്താലും കൊച്ചവന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എക്സോസ് ഇട്ടിട്ടുണ്ട്, അതാ ഒരു സൈസ് പറവറ സൗണ്ട്. തുണി ഞാൻ എല്ലാം എടുത്തിട്ടേ ഉള്ളൂ, ഓണാക്കിയില്ലായിരുന്നു. അപ്പോൾ തുണി ഇനിയൊന്ന് ഓണാക്കിയിടട്ടെ. വെള്ളം പോകുന്ന പൈപ്പ് ഞാൻ ഇങ്ങനെ ഇവിടെ കെട്ടി ഇവിടെ തൂക്കിയിടും. എന്നിട്ട് ആ പാത്രം കഴുകുന്ന സിങ്ക് ഉണ്ടല്ലോ, അതിൻ്റെ കീഴിൽ ഒരു ഹോളുണ്ട്, അവിടെ ഞാനിത് ഇടുന്നത്. ആ ഹോളിൽ ശരിക്കിട്ടില്ലെങ്കിൽ വെള്ളം ചിലപ്പം അകത്തോട്ടിങ്ങി വരും. അതുകൊണ്ട് ആ വെള്ളം ശരിക്ക് പോകത്തക്ക വിധത്തിൽ അത് കറക്റ്റ് ഇടണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ പാത്രം കഴുകാനും അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ കാലും കൊണ്ട് ആ പൈപ്പ് എവിടെയെങ്കിലും ഒന്ന് പോയാൽ മതി. പിന്നെ എനിക്ക് ഡബിൾ ജോലിയാണ്. ഇന്ന് ഞാൻ മീൻകറി വെക്കുന്നത് എന്നും ഞാൻ മുളകരച്ച് വെക്കുന്നത് പോലല്ല, വേറൊരു സ്റ്റൈലിലാണ് വെക്കുന്നതേ. ഇതൊട്ടും പുളിയുള്ള ടൊമാറ്റോ അല്ല. പുറമേ കണ്ടാൽ നല്ല പഴുത്തതാണെന്ന് ചിന്തിക്കും, പക്ഷേ തൊലിയൊക്കെ ഇത്തിരി കട്ടിയാണ്. എന്നും വെക്കുന്ന രീതിയിലല്ല ഇന്ന് ഞാൻ മീൻകറി വെക്കുന്നത്. അപ്പം ഞാൻ ആ ടൊമാറ്റോ ഒന്ന് അരച്ച് വെച്ചേ. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല ഇന്ന് വേറെ രീതിയിലായതുകൊണ്ട് ഇന്നലത്തെ മീൻകറി അത്രയുണ്ട്, അത് ചാറൊട്ടുമില്ല, നല്ല കുറി ചോറിൻ്റെ കൂടെ അത് സൈഡിലായിട്ട് ഒഴിക്കുക. കപ്പയാകുമ്പോൾ നമുക്ക് ഇച്ചിരി ഒഴിക്കാൻ വേണമല്ലോ, അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ടൊമാറ്റോ ചേർത്തുള്ള ഒരിച്ചിരി കറിയാണ് ഉണ്ടാക്കുന്നത്. മീനിൻ്റെ ഐസ് നന്നായിട്ടൊന്നും പോയില്ല, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അപ്പം ഞാൻ ഇച്ചിരി ഐസ് പോയില്ല, എനിക്കത് കണ്ടിക്കാൻ ഇത്തിരി പാടുണ്ട് ഈ നൈഫും കൊണ്ട്. അപ്പോൾ ആ നൈഫ് ഇത്തിരി മൂർച്ചയുള്ള ഷാർപ്പുള്ള, അതാ എനിക്കിത്തിരി പേടിയുണ്ട്. അപ്പം ഞാനത് ഇന്നലെ വെട്ടിയതുപോലല്ല, ഇന്നലെ ഞാൻ ഇങ്ങനെ ഓരോ പീസാക്കിയിട്ട് കണ്ടിക്കുമായിരുന്നു. ഇന്ന് ഞാൻ അങ്ങനെയല്ല, അത് മൊത്തത്തിൽ തൊലി കളഞ്ഞിട്ട് മുള്ളിൻ്റെ മുകൾ വശത്തുനിന്ന് ഇങ്ങനെ ഒരു പീസ്, ഇതിൻ്റെ അകത്ത് ഒട്ടും മുള്ളില്ല, പക്ഷേ മറ്റേതിൻ്റെ അകത്ത് കണ്ടിക്കുമ്പം മുള്ളോട് കൂടി കണ്ടിക്കും. ഇങ്ങനെ ഞാൻ 2 പീസാക്കുന്നില്ല, ഈ ഒരു പീസാക്കി ഇങ്ങനെ എടുക്കുക.
നഷ്ടമില്ലായിരുന്നു മീൻ കേട്ടോ, നല്ല മീനുമായിരുന്നു. പിന്നെ നല്ല ഫ്രഷ് മീനായിരുന്നു. 5 എണ്ണം 500 രൂപയോ ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഞാൻ മുള്ളോട് കൂടി ഇങ്ങനെ അങ്ങ് പിന്നെ പീസാക്കുക. പക്ഷേ എനിക്ക് ചൂര നല്ല പിന്നെ കല്ല് പോലെ ഇരിക്കുന്ന ചൂര എനിക്കിഷ്ടം. പക്ഷേ ഇത് അങ്ങനെ കല്ല് പോലെ ഇരിക്കുന്നതല്ലായിരുന്നു, ഇത്തിരി സോഫ്റ്റായിരുന്നു. അത് ഇവർക്കൊക്കെ അതാ ഭയങ്കര ഇഷ്ടം. ഞാനെല്ലാം ഇങ്ങനെ പീസാക്കി, എന്നിട്ട് ഇച്ചിരി മുള്ളൊക്കെ കാണുന്നത് അതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റി. ഞാൻ മീൻ എടുക്കുമ്പം കാക്കയ്ക്കറിയാം, കാക്ക ഇവിടെ വന്നിരുന്ന് കരയും. എങ്ങനെ ഇത് മനസ്സിലാവുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ മീൻ വെട്ടുന്ന ഉടനെ വന്ന് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കും. ഇതിങ്ങനെ ഞാൻ കവറിൽ കെട്ടി ഫ്രീസറിൻ്റെ അകത്ത് വെക്കും. നാളെ രാവിലെ വേസ്റ്റ് എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കൊണ്ടിടും. വാഷിങ് ലാസ്റ്റായി. അപ്പം ഇനിയും ആ ചോറ് വെക്കുന്നത്. ഇന്നലത്തെ അതിനകത്ത് ഇച്ചിരി ബിരിയാണി റൈസ് ഉണ്ടായിരുന്നു, അത് സെപ്പറേറ്റ് വെച്ച് വാർത്ത്. അല്ലാത്ത അത് അമ്മമാർക്ക് ഇഷ്ടമാണ്, അമ്മമാർക്കത് വെച്ച് വാർത്ത് വെച്ച്. അപ്പം ഇവർക്ക് ചപ്പാത്തി ഞാൻ കൊടുത്തു. ചപ്പാത്തിയും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും കൂടെ കൂട്ടി. അല്ലാത്ത ചോറുണ്ട്, അതും വെച്ച് വാർത്ത്. അത് കുറച്ചേ ഉള്ളൂ. അപ്പം വൈകിട്ടത്തേക്കിന് വേണമല്ലോ ചോറ്. അപ്പം അരി ഇനിയും ഇടണം. പോയി ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വരട്ടെ മീൻ കറി വെക്കാൻ. മീൻകറി എന്നും വെക്കുന്നത് പോലല്ല, ഇതുപോലെ വെക്കുന്ന ആരൊക്കെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ എന്നും മുളകരച്ചാണ് വെക്കുന്നത്, ഇന്ന് വേറെ രീതിയിലാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണേ. ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ചേർത്തു. ഞാൻ നമുക്ക് സവാള ചേർക്കാം, 2 പച്ചമുളക്. അപ്പം ഞാൻ എക്സോസ് ഇട്ട്. അപ്പം ഈ പച്ചമുളക് നല്ല വിളഞ്ഞ പച്ചമുളക്, അതങ്ങോട്ട് ഇട്ട് മൂപ്പിച്ചപ്പോഴേ അതിൻ്റെ ഒരു ക്രാണം അടിക്കുന്നു. അവിടെ ഡാഡിയും തുമ്മൽ തുടങ്ങി, ഞാനും തുമ്മാൻ തുടങ്ങി. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിൽ ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാനിതിൽ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഞാൻ സാധാരണ മുളകിട്ട മീൻകറി വെക്കുന്നുണ്ട്, മല്ലിപ്പൊടി ചേർക്കാറില്ല. ഇന്ന് ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ടൊമാറ്റോ അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തു. 3 ടേബിൾ സ്പൂൺ കാശ്മീരി, ഇതിനൊട്ടും എരിവുള്ളതല്ല. 1 ടേബിൾ സ്പൂൺ മിക്സ്, എന്നിട്ട് ഉലുവാപ്പൊടി. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ തീ ഏറ്റവും കുറച്ചിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക, മസാലയെല്ലാം. ഞാൻ ചെറിയ തീയിലിട്ട് മൂപ്പിക്കുമായിരുന്നു. അപ്പം മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ പോയി. ഇതിലേക്ക് ഞാൻ അരച്ച ടൊമാറ്റോ ചേർത്തിട്ട് ആ ടൊമാറ്റോയുടെ ആ പച്ച മണമൊക്കെ പോകുന്നിടം വരെ ചെറിയ തീയിൽ നമുക്കിത് വഴറ്റി എടുക്കാം. നമ്മൾ വഴറ്റി വരുമ്പോൾ അതങ്ങ് ഉരുണ്ട് അതിൽ നിന്ന് എണ്ണ വിട്ട് വരും. ആ പരുവത്തിൽ ഞാൻ ചെറിയ തീയിലൊന്ന് കുറേ നേരം ഒന്ന് വഴറ്റി എടുത്തിട്ട് ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ടൊമാറ്റോ മാത്രമല്ല ഇതിലേക്ക് 2-3 ചുള കുടംപുളിയും കൂടെ ചേർക്കുന്നുണ്ട്. കാരണം ആ ടൊമാറ്റോയ്ക്ക് ഒട്ടും പുളിയൊന്നും ഉള്ളതല്ല. അതുകൊണ്ട് ഞാൻ അല്ലെങ്കിലും ഞാൻ കുടംപുളി ചേർക്കും. ഇച്ചിരി പുളി വേണമല്ലേ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ അരപ്പ്. അപ്പം കപ്പ ഞാൻ 2 ഊറ്റിയായിരുന്നു. ആദ്യം ഒന്ന് തിളപ്പിച്ച് ഇട്ടു. ഞാനിതിൽ നിന്നലെ ഞാൻ എപ്പോൾ കപ്പ കൊണ്ടുവന്നാലും ഒരു കുഞ്ഞ് ഒരു കപ്പയുടെ മൂട് വശം ഒരു ഇച്ചിരി എടുത്തിട്ടൊന്ന് ബോയിൽ ചെയ്ത് നോക്കും, വേവുന്നതാണെന്ന്. അപ്പോൾ 2 പ്രാവശ്യം കൊണ്ട് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത് നല്ല വേവുന്നതായിരുന്നു. അത് പക്ഷേ സാധാരണ ഈ പൊന്തൻ കപ്പ വാങ്ങിച്ചാൽ വേവത്തില്ലെന്ന് പറഞ്ഞാൽ, അത് പൊന്തൻ കപ്പയായിരുന്നു. പക്ഷേ അത് വേവുമായിരുന്നു. ഇത് നന്നായിട്ട് വേവും, പൊടിയുള്ളതായിരുന്നു. ചിലത് വെന്താലും പൊടി കാണത്തില്ല. അപ്പം ഞാനിത് 2 ഊറ്റിയിട്ട് അതിലേക്ക് വെന്തെങ്കിലും ഞാൻ 2 ഊറ്റി അതിൻ്റെ കട്ട് വല്ലതും ഉണ്ടെങ്കിൽ പോട്ടെന്ന് വെച്ച്. എന്നിട്ട് ഞാനതിലേക്ക് അരപ്പൂടെ ചേർത്തിട്ടുള്ളൂ. ഒരു ഇച്ചിരി പേരിന് വേണ്ടി തേങ്ങ ചേർത്തതേ ഉള്ളൂ. തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ അരച്ച് അതിൻ്റെ അകത്ത് അരപ്പൂടെ ചേർത്തിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് ചെറിയ തീയിൽ അവിടെ കിടക്കട്ടത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മീനൂടെ പറക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്കിന്
അനു വന്നു. അവൾക്ക് ഏപ്രിൽ 8 ഡേറ്റ് പറഞ്ഞേക്കുന്നത്. അവൾ ആരംഭം തൊട്ട് ഒരു ദിവസം പോലും മീൻസ് അവൾക്ക് മാസത്തിൽ 2 അവധിയുള്ളത് അതെടുക്കും. അല്ലാതെ അവൾ എനിക്ക് വയ്യാന്നുള്ള രീതിയിൽ അവൾ അവധി എടുത്തിട്ടേ ഇല്ല. ഞാൻ പറയുക താങ്ങാൻ ആളുണ്ടെങ്കിൽ ആൾക്കാർക്ക് അസുഖമോ അതും ഇതുമാണ്. ചിലർ ആരംഭം തൊട്ടേ എന്തെല്ലാം ബെഡ് റെസ്റ്റ് അത് ഈ പെങ്കൊച്ച് ഞാൻ ചിന്തിക്കും, ഞാൻ എപ്പോൾ ഇവൾ വരുമ്പോഴാണ് ഞാൻ അമ്മയ്ക്ക് വിളിക്കുന്നത്. അപ്പോൾ അമ്മ പറയോ കഷ്ടം അതായത്. അപ്പോൾ അവിടെ ചെയ്ത് കഴിഞ്ഞു അവൾ. എന്നിട്ട് അവൾ പോയി. അപ്പം ഞാൻ തുണിയൊക്കെ വിരിക്കാനുണ്ടായിരുന്നു. അവൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനത് വിരിച്ചത് തുണി. അപ്പോൾ അവൾ ഈ മാസം അവിടെ കിട്ടുന്ന പൈസ എത്ര 2000 3000 എങ്ങാണ്ട് അവൾ എൻ്റെ കയ്യിൽ കൊണ്ടു തരുമായിരുന്നു. ആൻറ്റി ഇത് സൂക്ഷിച്ച് വെച്ചോണേ, എൻ്റെ ഇരുന്നാൽ പോവും. ഞാൻ എന്തായാലും ചിന്തിച്ച് ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ പറയട്ടെ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നിൻ്റെ പേയ്മെൻറ്റ് നീ അഡ്വാൻസ് ചോദിച്ചോ, ഞാൻ തരാം, നീ ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറയും. ഇല്ല ആൻറ്റി എനിക്ക് മൊബൈലിൻ്റെ EMI അടയ്ക്കാനാ. ഞാൻ ചോദിച്ചു ആർക്ക്, നീ ഇപ്പം പുതിയ മൊബൈലും അല്ല, അവൻ വാങ്ങിച്ച 30,000 രൂപയുടെ മൊബൈൽ. ഞാൻ പറയടി 30,000 രൂപയുടെ മൊബൈൽ എന്തിനാടി ഇപ്പോൾ അവനത് എന്തോരാവശ്യമായിരുന്നു. അന്നേരം അവൾ പറഞ്ഞു ആൻറ്റി ഞാൻ വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറയും ഞാൻ ജോലി ചെയ്യുന്നില്ലയോ എന്നും പറഞ്ഞ് അവളെ വഴക്ക് പറയുമെന്ന്. അങ്ങനെ അവന് അതിൻ്റെ EMI അടച്ചുകൊണ്ടിരിക്കുക. അപ്പം നന്നായി കുഴയുന്ന കപ്പയായിരുന്നു. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇന്നലെ മനസ്സിലായി കുഴയുന്ന കപ്പയായിരുന്നെന്ന്. നല്ല പൊടിയുള്ള കപ്പയായിരുന്നു, നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ ആ മത്തിൻ്റെ അകത്തുള്ളത് ഞാൻ കളയാതെ ഇങ്ങെടുത്തതാണ്. നമുക്ക് കളയാനില്ലല്ലോ. ഇന്നിത് വെച്ചാൽ മതിയായിരുന്നു. ഇന്നലത്തെ കാബേജ് തോരൻ ഇപ്പം ഇരിപ്പുണ്ട്, പരിപ്പ് കറി ഇരിപ്പുണ്ട്. ഇപ്പം കപ്പ ഇതുകൂടെ ആകുമ്പം പിന്നെ പോൾമോൻ ചിലപ്പോൾ ചോദിക്കും പരിപ്പ് കറി. അല്ലാതെ ഞാനൊന്നും മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ കപ്പയാണെങ്കിൽ പിന്നെ പരിപ്പ് കറിയും അല്ലെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ എടുക്കാറില്ല. മീൻ കറി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ വൈകിട്ട് ഡാഡി മിക്കവാറും ഇതായിരിക്കും കഴിക്കുന്നത്. അപ്പം ഞാൻ ഇച്ചിരി കപ്പ കഴിക്കാൻ എടുത്തത്. അപ്പം ഞാൻ ഈ കറി ഉണ്ടല്ലോ അങ്ങോട്ട് നമ്മൾ ഓഫാക്കിയതല്ല ഉള്ളു. സാധാരണ മീൻ കറിയൊക്കെ ഇരുന്നൊന്ന് തണുത്തേലേ അതൊന്ന് കുറുകത്തുള്ളൂ. അപ്പം ചാറെടുത്തോണ്ടേ അതങ്ങോട്ട് കുറുകിയിട്ടില്ല. അപ്പം ഞാൻ ചിന്തിച്ച് ഇന്നലത്തെ കഷ്ണം അങ്ങോട്ട് ചുവന് പിടിച്ചിട്ടില്ല മുളകൊന്നും. ഞാൻ അന്നേരം ഇന്നലത്തെ എടുത്ത് ഉപയോഗിക്കാമെന്ന് വെച്ച്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് നന്നായിട്ട് റെഡിയാവും. ഇന്നത്തെ ഇച്ചിരി സമയം എടുക്കാം ഒന്ന് കുറുകാൻ, ഭയങ്കര ചൂടുമാണ്. അപ്പോൾ ഇന്നലത്തെ എടുത്ത് നന്നായിട്ട് വെന്ത കപ്പ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.